അയ്യ വണക്കം. മഹാന്മാരെ അടുത്തെറിയുമ്പോഴാണ് ഉള്ളിലുള്ള വിഗ്രഹം വീണുടഞ്ഞു പോകുന്നത് എന്ന ജിംസൺ ബേബിച്ചായനോട് നമ്മുടെ മഹേഷിന്റെ പ്രതികാരത്തിൽ പറയുന്നത് എത്ര കറക്റ്റാണെന്ന് തോന്നിപ്പോവുകയാണ്. അതുപോലെയാണ് പാവം നമ്മുടെ സൗബിൻ ഷാഹിറിന്റെ കാര്യം എന്ന് പറയുന്നത്. ഈടിയിട്ട് തലങ്ങും വിലങ്ങും ഓട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈടി പറയുന്നത് സൗബിൻ എന്ന് പറയുന്ന വ്യക്തി കള്ളപ്പണ ഇടപാടിന്റെ സൗത്ത് ഇന്ത്യയിലെ മൊത്തം കണ്ണിയാണെന്നാണ്. അയ്യോ, ഞാൻ പറയുന്നില്ല. കേരള പോലീസ് ആദ്യമേ റിപ്പോർട്ട് കൊടുത്തു. കേരള പോലീസ് ഹൈക്കോടതിയിലാണ് റിപ്പോർട്ട് കൊടുത്തത്. ആ ഹൈക്കോടതിയിൽ കേരള പോലീസ് റിപ്പോർട്ട് കൊടുത്തപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇങ്ങനെ വട്ടമിട്ട് പറയുകയാണല്ലോ കേരളത്തിലെ പല വമ്പൻ സ്രാവുകൾക്കും ചുറ്റും. അപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മക്കളങ്ങോട്ട് മാറിയില്ലേ ആ റിപ്പോർട്ടിങ്ങോട് എന്ന് പറഞ്ഞ് ആ റിപ്പോർട്ട് വാങ്ങിച്ചുകൊണ്ട് പോയതാണ്. ഇപ്പോൾ ഇ ഡി അന്വേഷിച്ച് കണ്ടെത്തുന്നത് പല ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളുമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം സൗബിൻ ഷാഹിറിനെ ഇടിയും കൊടുത്ത് തട്ടി തോളി കയറ്റി ചോദ്യം ചെയ്യാനായിട്ട് കൊണ്ടുപോയതാണ്. ആദ്യം ചോദ്യം ചെയ്യാൻ ഒരു നോട്ടീസ് മാനമര്യാദയ്ക്ക് കൊടുത്ത്. അപ്പോൾ സൗബിൻ പറഞ്ഞു ഞാൻ വരൂല, എനിക്ക് വട്ടച്ചൊറിയാണെന്ന്. അപ്പോൾ ഇടി വീട്ടിൽ വന്ന് ഇടിയും കൊടുത്ത് എടുത്തുകൊണ്ട് പോയി എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഇടിയും കൊടുത്ത് ഇടി എടുത്തുകൊണ്ട് പോയിട്ട് ചോദ്യം ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയിലെ വലിയൊരു വിഭാഗം കളക്ഷനും, അതായത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വരുമല്ലോ. ഈ പടം എവിടെയാണ് ഹിറ്റായത് എന്ന് ചോദിച്ചപ്പോൾ ഇതങ്ങ് തമിഴ്നാട്ടിൽ തെങ്കാശി, രാജപാളയം അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ഹിറ്റാണ്. അങ്ങനെ ഹിറ്റായിട്ട് അവിടെ നിന്ന് 10-25 കോടി രൂപയാണ് വന്നത്. എടാ അവിടെ 4, 3, 7 പേരല്ലേടാ ഉള്ളൂ, അവിടെ നിന്ന് എവിടെ നിന്നാ 10-25 കോടി വരുന്നത് എന്ന് ഈടി ചോദിച്ചപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സത്യം പുറത്തു വന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും എഴുതുന്നത്. അതായത് അവിടെയുള്ള പല തിയേറ്ററുകളിലും ഹൗസ്ഫുൾ ആണെന്ന് കാണിച്ച് അവിടെ നിന്നും പൈസ വ്യാജമായി ഇങ്ങോട്ടേക്ക് അയച്ചു. ഇതൊരു ഭയങ്കര ടെക്നിക്കാണ്. ഈ തമിഴ്നാട്ടിൽ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ടെക്നിക്കാണ്. പക്ഷേ ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എക്സ് ഉണ്ട്, എക്സിൽ ട്രാക്കർമാരുണ്ട്. ആ ട്രാക്കർമാരെന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരുടെ ഫാനാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വിജയ് സിനിമ, ഈ വിജയ് സിനിമ ഇറങ്ങുമ്പോൾ ഒരു ട്രാക്കർ പറയും ഇതാ വിജയ് സിനിമ 250 കോടി കഴിഞ്ഞിരിക്കുന്നു എന്ന്. അപ്പോൾ വേറൊരു ട്രാക്കർ അപ്പുറത്തുനിന്ന് പറയും വിജയ് സിനിമ എത്ര കഴിഞ്ഞു, 250 കോടി. ഈ 250 കോടി എന്ന് പറയുന്ന ട്രാക്കർ വിജയുടെ ഫാനാണ്. അതായത് വിജയ് പൈസ കൊടുത്ത് വെച്ചിരിക്കുന്നവനാണ് ഈ ട്രാക്കർ എന്ന് പറയുന്നത്. അതുപോലെ രജനീകാന്ത് സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഒരു ട്രാക്കർ പറയും ഇതാ രജനീകാന്ത് സിനിമ 1000 കോടി കഴിഞ്ഞു, മനോബാല, വിജയബാലൻ ഇവനാണ് ട്രാക്കർ. അപ്പോൾ വിജയ് സിനിമയുടെ ട്രാക്കർമാരുണ്ടല്ലോ അവന്മാരെല്ലാം എന്ന് പറയും 1000 ഒന്നും കഴിഞ്ഞില്ല, ഇവൻ കള്ള ഫ്രോഡാണ്, ഈ സിനിമ ഇത്രേ കഴിഞ്ഞുള്ളൂ, ഇത്ര സ്ഥലത്ത് ഇത്രയാണ് കളക്ഷൻ എന്ന് പറയും. മലയാളത്തിൽ അത്തരത്തിലുള്ള ട്രാക്കർമാരില്ല. അതാണ് ഇവന്മാരുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. പിന്നെ തമിഴ് സിനിമയിൽ ട്രാക്കർമാരെല്ലാം ഒരുമിച്ച് നിന്ന് പൈസ പെരുപ്പിച്ച് കാണിച്ചാലും മുകളിൽ ഇ ഡി ഉണ്ട്, അതിൻ്റെ മുകളിൽ NIA ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തമിഴ് ഇൻഡസ്ട്രി പിന്നെ വലിയൊരു ഇൻഡസ്ട്രി ആണല്ലോ. ആ സംഭവം നടക്കില്ല എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് സിനിമ തമിഴ്നാട്ടിൽ നിന്നും വലിയ വിജയമായി. 25 കോടി, 30 കോടി, 4, 3, 7, 10, 12, ഒരു 60 കോടി കളക്ട് ചെയ്തു എന്നൊക്കെ ഇവിടെ വച്ച് കീച്ചുന്നുണ്ടായിരുന്നു. അപ്പോൾ കണക്കെവിടെ എന്ന് ചോദിച്ചപ്പോൾ കണക്കൂട്ടേവാരി കണക്കപ്പിള്ളേ, നമുക്ക് കണക്കൊന്നുമില്ല, എല്ലാം വായുവിൽ എഴുതി കൂട്ടും എന്ന് പറഞ്ഞിരുന്നതാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് മഞ്ഞുമൽ 250 കോടി കളക്ഷൻ നേടി എന്ന അവകാശവാദം ഇവർ കൊണ്ടുവരുന്നത്. പറവ മൂവി എൻ്റർടൈൻമെൻറ്റ്സ് ആണല്ലോ മഞ്ഞുമൽ എടുത്തത്. ഈ പറവ മൂവി എൻ്റർടൈൻമെൻറ്റ്സ് 28 കോടി രൂപയാണ് മഞ്ഞുമൽ എടുക്കാനായിട്ട് ചിലവായത് എന്ന് കാണിച്ചിട്ട് 18 കോടിക്കാണ് മഞ്ഞുമൽ എടുത്തത്, GST അടക്കം എന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്കി 10 കോടി കള്ളപ്പണമായല്ലോ. അതായത് 28 കോടിയാണ് നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടി ചിലവഴിച്ചിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ 18 കോടിയേ ഉള്ളൂ എന്ന് പോലീസും കണ്ടെത്തിയിട്ടുണ്ട്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 18 കോടിയിലെ ഭൂരിഭാഗം തുകയും അതായത് പറവ ഫിലിം എൻ്റർടൈൻമെൻറ്റ്സ് അല്ല ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പാർട്ട്ണർമാരുണ്ട്. അതായത് പറവ ഫിലിം എൻ്റർടൈൻമെൻറ്റ്സ് നേരെ ഒരു പാർട്ട്ണറുടെ അടുത്ത് ചെല്ലും, അല്ലെങ്കിൽ ഒരാളടുത്ത് ചെന്നിട്ട് പറയും സിറാജ് വലിയറത്തല എന്ന് പറഞ്ഞ ഒരാളടുത്ത് ചെന്നിട്ട് പറയും അളിയെ ഒരു 7 കോടി ഇടും, ഒരു സിനിമ വരുന്നുണ്ട്, 28 കോടിയാണ് ചിലവ്, ബാക്കി പൈസ നമ്മൾ ഇട്ടോളാം എന്ന് പറയും. അങ്ങനെ 7 കോടി അളിയെ ഇട്ട് കഴിഞ്ഞാൽ അളിയന് 40% കമ്മീഷൻ തരാമെന്ന് പറയും. ഈ 100 കോടി ഒരു പ്രൊഡ്യൂസർക്ക് കിട്ടിയാൽ 40% കമ്മീഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏകദേശം 40 കോടിയോളം വരും. അങ്ങനെ പൈസ കിട്ടിയപ്പോൾ ഇവന്മാരെ കുണം മാറി 40% കമ്മീഷൻ തന്നില്ല എന്ന് പറഞ്ഞ് സിറാജ് വലിയറത്തറ നേരെ എറണാകുളം സബ് കോടതിയിൽ പോയതാണ്. ഇത്രയും വലിയ ഏണിയൊക്കെ ഇവന്മാർ വച്ച് പിടിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ സബ് കോടതിയിൽ പോയപ്പോൾ സബ് കോടതി ഇതിൽ കഴമ്പുണ്ടെന്നും കേട്ട് സൗബിൻ്റെയും ഷോൺ ആൻ്റണി എന്ന് പറഞ്ഞാൽ കോ പ്രൊഡ്യൂസറാണ് കേട്ടോ, അതിലേക്ക് ഞാൻ വരാം. ഷോൺ ആൻ്റണിയുടെയും അക്കൗണ്ടുകൾ മരവിപ്പിച്ചു, പോലീസിനെ കൊണ്ട് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവർ ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്ത് അറസ്റ്റ് തടഞ്ഞ ശേഷം ED വന്ന് ഈ കേസ് ഏറ്റെടുത്തു. വീണ്ടും അവർ ജാമ്യത്തിന് പോയി. അങ്ങനെ ED വന്ന് ഈ കേസ് ഏറ്റെടുത്തപ്പോൾ ഇവരുടെ വക്കാലത്ത് ഇവരുടെ അഭിഭാഷകൻ ഒഴിയുകയും ചെയ്തു. അതായത് സൗബിൻ്റെ വക്കാലത്ത് അഭിഭാഷകൻ ഒഴിയുകയും ചെയ്തു. അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റോറി ലൈൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഈ സിനിമ ഹിറ്റാവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കമലഹാസനാണ്. കമലഹാസന്റെ ഗുണ എന്ന് പറയുന്ന സിനിമയുടെ കൺമണി അൻപോട് കാതലൻ എന്ന് പറയുന്ന ആ പാട്ടാണ് തമിഴ്നാട്ടിൽ ഈ സിനിമയ്ക്ക് പ്രചാരം നേടിക്കൊടുത്തത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കൺമണി അൻപോട് കാതലൻ എന്ന് പറയുന്ന പാട്ട് എൻ്റെ പാട്ടാണെന്ന് പറഞ്ഞ് നമ്മുടെ പൊതുശല്യമായിട്ടുള്ള ഇളയരാജ ആ സമയത്ത് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ആൾക്ക് കഴിവൊക്കെ ഉള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. പക്ഷേ
ടു ബി ഫ്രാങ്ക് ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു പൊതുശല്യമാണ്. കക്കൂസിൽ നിന്ന് പോലും ഇങ്ങനെ പാട്ട് പാടാൻ പറ്റില്ല. അതിൻ്റെ മുകളിൽ ഓടും പൊളിച്ച് വന്നിട്ട് ഇങ്ങനെ പറയും എടാടാ റോയൽറ്റി എന്ന് പറയും. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഇളയരാജ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇളയരാജയുടെ കേസും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സിനിമ ഇറങ്ങിയ ശേഷം തമിഴ്നാട്ടിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടായെന്നാണ് ഇവർ തന്നെ പറയുന്നത്. അതായത് ഗുണ കേവിൽ വീണ സുഭാഷിന്റെ കഥയാണല്ലോ മഞ്ഞുമൽ ബോയ്സ്. ഗുണ കേവിലേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തി എന്നാണ് യവന്മാർ പറയുന്നത്. ഇനി അതും കൂടെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ സഞ്ചാരികളെ യവന്മാരിനെ ഇറക്കുമതി ചെയ്ത് അതിനകത്തുനിന്നും പൈസ അടിച്ച് കള്ളപ്പണം ഇവിടെ എത്തിച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അതും കൂടെ ED ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ള കമന്റുകൾ പല ഭാഗത്തും വരുന്നുണ്ട്. പല സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ സജീവമായിട്ടുള്ള ചർച്ചയാണ് ഇത്. സോഷ്യൽ മീഡിയയിലെ അതായത് ഫേസ്ബുക്കിലെയും വാട്സപ്പിലെയും പല ട്രോൾ ഗ്രൂപ്പുകളിലും പല സിനിമാ ഗ്രൂപ്പുകളിലും ഈ വിഷയം സജീവമായിട്ടുള്ള ചർച്ചയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ എന്നുള്ള രീതിയിലാണ് ചർച്ച നടക്കുന്നത്. അല്ലാതെ സൗബിൻ ഇങ്ങനെ ചെയ്തോ എന്നുള്ള രീതിയിലല്ല ചർച്ച നടക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യമല്ല. അവസാനം ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കണ്ടെത്താനായിട്ട് സാധിച്ചത് തമിഴ്നാട്ടിൽ നിന്നും വരുന്ന കളക്ഷൻ, അതായത് തമിഴ്നാട്ടിൽ ഈ A ക്ലാസ് B ക്ലാസ് C ക്ലാസ് തിയേറ്ററുകളുണ്ട്. A ക്ലാസ് തിയേറ്ററുകൾ കൃത്യമായിട്ട് ട്രാക്കിംഗ് ഉണ്ട്. A ക്ലാസ് തിയേറ്ററുകളിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ബുക്ക് മൈ ഷോയിൽ ബുക്ക് ചെയ്തിട്ടായിരിക്കും പോവുക. അപ്പോൾ അവിടെ എത്ര കളക്ഷൻ കിട്ടി എന്നുള്ളത് കൃത്യമായിട്ട് ബുക്ക് മൈ ഷോയിൽ നമുക്ക് അറിയാൻ പറ്റും. B ക്ലാസ് തിയേറ്റർ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഇപ്പോഴും ഗ്രാമങ്ങളിൽ ബുക്ക് മൈ ഷോയിൽ പോലും വരാത്ത തിയേറ്ററുകളുണ്ട്. അതാണ് B ക്ലാസ് തിയേറ്റർ. ആ B ക്ലാസ് തിയേറ്റർ വെച്ചിട്ടാണ് ഇവന്മാർ ഈ കളക്ഷൻ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ B ക്ലാസ് തിയേറ്ററിൽ ഹൗസ്ഫുള്ളായി, 4 ഷോ ഉണ്ട്, 4 ഹൗസ്ഫുൾ. അവിടെ നിന്നാണ് ഇങ്ങനെ പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പെരുപ്പിച്ച് കാണിക്കുന്നത്. അങ്ങനെ പല തിയേറ്ററുകളിലും ഹൗസ്ഫുൾ അല്ലെങ്കിൽ പോലും ഹൗസ്ഫുൾ എന്ന് പറഞ്ഞ ബോർഡ് വെച്ച് അവിടെ നിന്നും പൈസ ഇങ്ങോട്ടേക്ക് അയച്ച് ആ പൈസ വെളുപ്പിച്ചെടുത്തു എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. എന്തരാണല്ലേ പോത്ത് വ്യാപാരി എന്ന് പറയുന്നത് പോലെയാണ് സൗബിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അവിടെ നിന്ന് പൈസ ഇങ്ങോട്ട് അയച്ച് വെളുപ്പിച്ചെടുത്തു. ഈ വെളുപ്പിച്ചെടുത്ത പൈസ ഇവർ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഈ വെളുപ്പിച്ചെടുത്ത പൈസ ഇവരുടെ പറവ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ അടുത്ത സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത്. ഇതല്ലേ മട്ടാഞ്ചേരി മാഫിയ എന്ന് നമ്മൾ പറയുന്ന ഒരു സാധനം. കള്ളപ്പണം വെളുപ്പിക്കൽ, ഡ്രഗ്സ്, പിന്നെ വേറെ പല കാര്യങ്ങൾ. അതാണ് ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പറയും മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞ സാധനമില്ല, ഇതൊരു പാരലൽ വേൾഡ് ആണെന്ന് പറയും. പക്ഷേ ഇപ്പോൾ എന്താണ് മട്ടാഞ്ചേരി മാഫിയ എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് തെളിഞ്ഞു വരികയാണ്. ഇതാണ് മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ, ഡ്രഗ്സ്, ഗുണ്ടായിസം, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളില്ലേ. പിന്നെ വഞ്ചന, ക്രിമിനൽ ഗൂഢാലോചന, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് വരും. അപ്പോൾ ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൃത്യമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിനെതിരെയുള്ള നടപടികൾ തുടങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളുമാണ് ഇപ്പോൾ പുറത്തു വന്നത്. സൗബിൻ്റെ അഭിഭാഷകൻ വക്കാലത്തൊഴിഞ്ഞു എന്ന റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരിനി എന്ത് ചെയ്യും മല്ലയ്യ എന്നാണ് പല ആൾക്കാരും ഉറ്റുനോക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. പിന്നെ നമ്മുടെ മലയാള സിനിമയിൽ ഈ ട്രാക്കർമാരില്ലാത്തത് കൊണ്ടും മലയാള സിനിമയിൽ എങ്ങനെയെങ്കിലും പടം 100 കോടി തള്ളിക്കേറ്റണം എന്നുള്ളത് കൊണ്ടും പല കാക്കാമാരും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം ഇറങ്ങിയ ഒരു 10 ചെന്നൊരു കേക്ക് അങ്ങോട്ട് വാങ്ങിക്കും. കേക്കിൽ വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിൽ പടത്തിൻ്റെ പേര് എഴുതിയിട്ട് കേക്ക് മുറിച്ച് ഒരു പീസ് കേക്ക് പൊക്കി പിടിച്ചുകൊണ്ടിരിക്കും. എൻ്റെ പടം 100 കോടിയായി കേട്ടോ എന്ന് പറഞ്ഞ് പൊക്കി പിടിച്ചുകൊണ്ടിരിക്കും. അത് പിന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമൊന്നുമില്ല. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അത് പിന്നെ ED വന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത്, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പടം 100 കോടിയായെന്നല്ലടാ നീ പറഞ്ഞത്, എന്നിട്ട് ഒരു ചില്ലി കാശ് പോലും നീ ഇൻകം ടാക്സ് അടച്ചിട്ടില്ലല്ലോ എന്ന് ഇൻകം ടാക്സ് വന്ന് ചോദിക്കുമ്പോൾ നീ കേക്കും പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന പടം ഞാൻ കണ്ടു എന്ന് കണ്ടിട്ടാണ് ഇൻകം ടാക്സ് വന്ന് ചോദിക്കുന്നത്. അപ്പം ഇവർ ഇൻകം ടാക്സിൻ്റെ കാല് പിടിക്കുക, എന്താ പൊന്നു സാറേ പടം ഒരു 10 കോടി പോലും ആയില്ല, ഈ 100 കോടി ആയെന്ന് പറഞ്ഞൊരു പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞാലെങ്കിലും എന്തോ ഭയങ്കര പടമാണെന്ന് പറഞ്ഞ് നാട്ടുകാർ കയറി കാണട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെയ്യുന്നതാണ് എന്ന് പറയുന്ന പാവപ്പെട്ടവരും ഇതിനകത്തുണ്ട്. പല ഇക്കാമാരും അതിനകത്ത് പെടുന്നതാണ്. അങ്ങനെ പാവപ്പെട്ട ആൾക്കാരെ അല്ല ED തങ്ങളുടെ നിരീക്ഷണ വലയത്തിൽ നിർത്തുന്നത്. ഇതുപോലെ കഞ്ഞന്തിരിവ് കാണിക്കുന്ന ആൾക്കാരുടെ കെണ്ട അടിച്ചൊടിയാനാണ് ED വരുന്നത് എന്നുള്ളത് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഇതിൽ തൂങ്ങി പല 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 പ്രൊഡക്ഷൻ കമ്പനികളും എന്തരാവുന്നു പല പല പ്രൊഡക്ഷൻ കമ്പനികളിലേക്കും ED തങ്ങളുടെ വല വിരിച്ചിട്ടുണ്ട് എന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. നേരത്തെ ഇതുപോലെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സും കൂടെ ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇവിടെയുള്ള ഒരു പ്രമുഖ നടൻ്റെ കമ്പനി, പ്രൊഡക്ഷൻ കമ്പനി, അവർ ഇൻകം ടാക്സ് വെട്ടിച്ചുവെന്നും അതിൽ അവർക്ക് പിഴ അടിച്ചു കൊടുത്തുവെന്നും അങ്ങനെ 25 കോടിയിലേറെ തുക അയാൾ പിഴ അടച്ചു എന്നുമാണ് ആ റിപ്പോർട്ട് വന്നത്. പല നടന്മാരുടെ നേർക്കും സംശയമുനകൾ നീണ്ടു. പല മാധ്യമങ്ങളും പല നടന്മാരുടെ പേരുകളും എഴുതി. ആ മാധ്യമങ്ങൾക്കെതിരെ എല്ലാം ഈ നടന്മാരെല്ലാം കൊണ്ട് കേസും കൊടുത്തു. ഞങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസും കൊടുത്തത്. പിന്നെ ഏതാണ് ആ നടൻ എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ ദുരൂഹമായിട്ടുള്ള ഒരു കാര്യമാണ്
ഈ ഇടയ്ക്ക് ഒരു പ്രമുഖ നടൻ ഒരു വെളിപ്പെടുത്തൽ നടത്തി. അതായത് സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ച് പല്ല് പൊടിയുന്ന രീതിയിൽ നമ്മുടെ മലയാളത്തിൽ ഒരു സിനിമാ നടൻ ഇപ്പോൾ കിടപ്പുണ്ട്, വലിച്ചു കിടക്കുകയാണെന്നാണ് പറയുന്നത്. അതാരാണ് ആ പ്രമുഖ സിനിമാ നടൻ എന്നുള്ളതും ഇപ്പോൾ പലർക്കും അറിയാത്ത ലൈം ലൈറ്റിലോട്ട് വരാത്തൊരു കാര്യമാണ്. ഇനിയുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഷൈൻ ടോം ചാക്കോ, ഞാൻ നേരത്തെ പലതിലും പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഷൈൻ ടോം ചാക്കോ വലിയ രീതിയിൽ ഇന്ന് പറയുന്നത് കണ്ടു. ആഷികബ് ഞാൻ കാണുമ്പോൾ ഞാൻ ജോയിൻറ്റും വലിച്ചുകൊണ്ട് എന്ന് പറയുന്ന ഒരു സീന് നമ്മൾ കണ്ടതാണ്. അതായത് കള്ളു കുടിക്കുന്നതും കഞ്ചാവ് അടിക്കുന്നതും എല്ലാം നോർമലൈസ് ചെയ്യുന്ന ഒരു മലയാള സിനിമയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അതിൻ്റെ പിന്നിൽ കള്ളപ്പണം കൂടെ വരുമ്പോൾ യവമാനം മൊത്തത്തിൽ ആടിച്ച് ചുരുട്ടിയില്ലെങ്കിൽ കേരളത്തിൻ്റെ ഗതി അധോഗതിയാവും. കാരണം സിനിമ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മാധ്യമമാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ മാധ്യമത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്കും അതിൻ്റെ ക്വാളിറ്റീസ് വേണം, അതിൻ്റേതായിട്ടുള്ള ഡിഗ്നിറ്റി ഉണ്ട്. അതുകൊണ്ട് അവിടെ ഇരിക്കുന്നവന്മാർ നല്ല ആൾക്കാരായിട്ട് നല്ലതുപോലെ ഇരുന്നാൽ മതി. സിനിമ എന്ന് പറയുന്ന മാധ്യമം സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. ഇല്ലെങ്കിൽ ഇവന്മാരെ മുഴുവൻ അടിച്ച് ചുരുട്ടണം എന്ന് തന്നെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ തീരുമാനം. അപ്പോൾ ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.